വചനം പറയുന്നു, ഞാൻ പോകുന്നത് നിനക്ക് പ്രയോജനം, പോകാതിരുന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. കാര്യസ്ഥനെ ഞാൻ അയച്ചാൽ, കാര്യസ്ഥൻ നിങ്ങളെ വന്നാൽ സകല കാര്യങ്ങളും അവൻ നടത്തി തരും. നിന്റെ കാര്യങ്ങൾ നടത്തി തരാൻ ഒരു കാര്യസ്ഥനെ യേശു ഈ ഭൂമിയിലേക്ക് അയച്ചു. പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളിൽ മേൽ പകർന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ചുമ്മാതിരിക്കാൻ വന്നതല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളിൽ ആക്റ്റീവാകുന്ന ഒരു പകലാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ആക്റ്റീവാകുന്ന ഒരു പകലായി പകൽ മാറണം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആക്റ്റീവായാൽ നിങ്ങൾ പരാജയപ്പെടത്തില്ല, നിങ്ങൾ നിരാശപ്പെടത്തില്ല, നിങ്ങൾ തോറ്റുപോകത്തില്ല. നിങ്ങൾ തോറ്റു എന്ന് പറയുന്ന ഇടത്ത് സ്വർഗം ആരംഭം കുറിക്കും. നിങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവ് ചിലതിന് തുടക്കം കുറിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ആ പദം പറയുന്നു, തീർന്നു പോയി, കഴിഞ്ഞു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി രക്ഷയില്ല, ഇനി മുന്നേറ്റമില്ല, ഇനി ഒരു ഭാവി ഉണ്ടാകത്തില്ല. നിരാശപ്പെട്ട് തകർന്നിരിക്കുന്നതിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നീ തീർന്നു എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ ആരംഭിക്കാൻ പോകുന്നു. ഓ, പരിശുദ്ധാത്മാവ് ചില തുടക്കങ്ങൾ കുറിക്കുന്നു. ഓ ഗ്ലോറി. 2024 നീ തീർന്നു എന്ന് പറഞ്ഞത് 2025 അതിന് തുടക്കം കുറിക്കാൻ പോവുക. I prophesy 2024 തീർന്നു, കഴിഞ്ഞു, ഈ ചാപ്റ്റർ ക്ലോസ് ആണ്, ഇനി നടക്കത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ആ വിഷയം 2025 പുതിയ അധ്യായം ആരംഭിക്കും. ഇത് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നവന്റെ മേൽ പുതിയ ചാപ്റ്റർ 2025 സ്വർഗം തുറക്കുന്ന ഒരു പുതിയ വർഷമേ. പരിശുദ്ധാത്മാവ് പറയുന്നു, പുതിയ ഓപ്പണിംഗ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകും. പുതിയ ഓപ്പണിംഗ്, പുതിയ ഓപ്പണിംഗ്. അഭിഷേകമുള്ളവൻ ഏത് കുരുക്കിന്റെ അകത്താണെങ്കിലും അവൻ പുറത്തു വരും. ഞാൻ ഈ പറയുന്ന പദങ്ങൾ എന്റേതല്ല, പരിശുദ്ധാത്മാവിൻ്റെതാണ്. എനിക്ക് സ്വയമായി പറയാൻ എനിക്കൊന്നുമില്ല. പറയുന്ന പദങ്ങൾക്ക് മാറ്റമില്ല, ശബ്ദങ്ങൾക്ക് മാറ്റമില്ല. ഇത് പറഞ്ഞാൽ പറഞ്ഞതാ. ഇത് സ്വീകരിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വം. ഇത് വിശ്വസിക്കുക എന്നുള്ളതും നിന്റെ ഉത്തരവാദിത്വം. നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കും. മാറ്റമില്ല, മാറ്റമില്ല, മാറ്റമില്ല. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 10-ാം വാക്യം. ഓ ജീസസ്. ആ വചനം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഭാഗമാണ്. പക്ഷേ ഇന്ന്
ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ള ദൈവശബ്ദം. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ആമേൻ. ആമേൻ പറ. ആമേൻ പറ. അവർ പുറത്തിറങ്ങി അവർ ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിക്കലെത്തി. ആമേൻ. എന്തോ മനസ്സിലായി? ആമേൻ. ഈ വചനത്തെ ഈ 2024 നിങ്ങളുടെ മുമ്പിൽ ലാസ്റ്റ് എനിക്ക് തരാനുള്ള, കർത്താവിന് നിങ്ങളുടെ മേൽ തരാനുള്ള ദൈവശബ്ദം. 2024 എൻഡിൽ നിൽക്കുന്ന ദൈവസഭ, എന്റെ ലൈവിൽ കേൾക്കുന്ന ദൈവജനമേ, അഭിഷുദ്ധന്മാരെ, അഭിഷുദ്ധകളെ, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കഴിഞ്ഞ രാത്രികളിൽ എന്നോട് സംസാരിച്ച ശബ്ദങ്ങളാണ് ഞാൻ കൈമാറുന്നത്. കുരുങ്ങിക്കിടക്കുന്ന ഈ അഭിഷുദ്ധന്മാർ, കുരുങ്ങിക്കിടക്കുന്ന ഈ അഭിഷുദ്ധകൾ പുറത്തു വരാൻ പോകുന്നു. 2024 കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് ഒതുക്കിക്കളഞ്ഞ ചിലതിനെ അവർ സ്വപ്നം കാണുന്നത് പോലെ തലമുറകൾ പുറത്തു വരാൻ പോകുന്നു. അഭിഷുദ്ധന്മാർ പുറത്തു വരാൻ പോകുന്നു. അഭിഷുദ്ധകൾ പുറത്തു വരാൻ പോകുന്നു. നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ 2025 നിങ്ങളുടെ തലമുറകൾ, നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം സാഹചര്യം അനുകൂലമല്ല. ആമേൻ. സാഹചര്യം ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. നടക്കുമെന്നുള്ള ഉറപ്പ് സാഹചര്യം ഒന്നുമില്ലാത്തത്. എനിക്കൊരു വഴി തുറക്കുമെന്നുള്ള ഉറപ്പ് ഒരു വഴിയില്ലാത്തത്. എന്താ മനസ്സിലായി? മരുഭൂമിയിൽ നീരുറവ തുറക്കുമെന്നുള്ള ഉറപ്പ് ഒരു നീരുറവ ഇല്ലാത്തത്. ഹലോ, ചെങ്കടലിൽ വഴി തുറക്കുമെന്നുള്ളത്, അതിന്റെ ഉറപ്പ് ഒരു വഴി ഇല്ലാത്തത്. ആരോട് പറയുന്നു? ആര് കേൾക്കാൻ? സഹോദരി, ഇത് മനസ്സിലാവുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? റിസീവ് ചെയ്യാൻ പറ്റുമോ? ചെങ്കടലിൽ വഴി തുറക്കുമെന്നുള്ള ഉറപ്പ് ഒരു വഴിയും ഇല്ലെന്നുള്ളത്. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കായിരുന്നു. ഒന്നുമില്ലാത്തതിനായ സ്വന്തം ഒരു സാഹചര്യവും, ഒരു അങ്കിളും ഒരു ആന്റിയും എനിക്കില്ലാത്തതിനായ സ്വന്തം. ഒരു സർട്ടിഫിക്കറ്റുകളും എനിക്കില്ലാത്തതിനായ സ്വന്തം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തതിനായ സ്വന്തം. എന്തോ ഉണ്ടായിട്ട് വിശ്വസിക്കുകയല്ല. എന്തോ സംതിങ് എനിക്കുണ്ട് പാസ്റ്ററെ, നടക്കും. നോ, ഒന്നും നിന്റെ കൺമുമ്പിൽ ഇല്ല. നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ഒരു സാധ്യതയില്ല പാസ്റ്ററെ, നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ഒരു സാഹചര്യമില്ല പാസ്റ്ററെ, നീ വിശ്വസിച്ചോ. നീ ചിന്തിക്കാത്ത അത്ഭുതം,
നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം, അങ്കിളിന് ചെയ്യാൻ പറ്റാത്ത, ആന്റിക്ക് ചെയ്യാൻ പറ്റാത്ത, കൂട്ടുദാസന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത, സഭയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ചെയ്തെടുക്കുന്ന, നിവർത്തിക്കുന്ന ഒരു സ്വർഗം നമുക്ക് വേണ്ടിയുണ്ടെന്ന് ഈ പകൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ലെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകണം. ഈ പത്രോസ് ഈ അധ്യായം വായിക്കുമ്പോൾ ഈ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നവനെ ഉറക്കവ. സുഖമായി കിടന്നുറക്കുക. ഇവിടെ കാരാഗ്രഹം വേണ്ട, എന്തെങ്കിലും ചെറിയൊരു വിഷയം വന്നാൽ മതി. അന്ന് 4 മണി ആയാലും തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ AC ഇട്ട് ഫുൾ തണുപ്പാണെ പറയും, AC ഓണാക്കാൻ പറയും. പരവേശം. കാരണം പത്രോസേ, നീ എന്തിങ്ങനെ ഉറങ്ങുന്നേ? അതെന്റെ പൊന്നച്ച, അഭിഷേകം എന്റെ അകത്തുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ കാരാഗ്രഹത്തിൽ നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഞാൻ മീൻ പിടിച്ചു നടക്കുന്ന പത്രോസല്ല, കടപ്പുറത്തോടെ നടക്കുന്ന പത്രോസല്ല, ചന്ത വഴി നടക്കുന്ന പത്രോസല്ല, ഏത് കാര്യത്തിനും എടുത്തു ചാടി വെട്ടുന്ന പത്രോസല്ല. മാളിക മുറിയിൽ വെച്ച് എന്റെ ചരിത്രം തിരിച്ച ഒരു പരിശുദ്ധാത്മാവ്, എന്റെ സ്വഭാവത്തെ മാറ്റിമറിച്ച, എന്നെ ടോട്ടലി ചേഞ്ച് ആക്കിയ ഒരു പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവിനെ ചങ്ങലക്കിടാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ അടച്ചുപൂട്ടി വെക്കാൻ പറ്റുമോ? ഇല്ല പത്രോസേ, എന്നാ എന്നെയും കഴിയത്തില്ല. ഹല്ലേലൂയ. അതൊന്ന് വിശ്വസിച്ചേ. പരിശുദ്ധാത്മാവിനെ പൂട്ടിയിടാൻ പറ്റത്തില്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച നിന്നെയും പൂട്ടിയിടാൻ കഴിയത്തില്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് എത്ര മഹത്വമുള്ളതാണെന്നും അതിന്റെ പവർ എന്തെന്നും നമുക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ അകത്ത് ദുഃഖിക്കുക. എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിനെ എപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങിയോ അപ്പോ എന്റെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി, അപ്പോ എന്റെ വാക്കുകൾ മാറാൻ തുടങ്ങി, അപ്പോ എന്റെ ശുശ്രൂഷകൾ ചേഞ്ച് ആകാൻ തുടങ്ങി. നിന്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ നീ തിരിച്ചറിയുന്ന എപ്പോഴാണോ അപ്പം നിന്റെ സാഹചര്യങ്ങൾ തിരിയാൻ തുടങ്ങും. നിന്റെ എഡ്യൂക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, നിന്റെ പണം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, നിന്റെ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, നിന്റെ പിടിപാട് കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന്. പത്രോസ് സുഖമായി കിടന്ന് ഉറക്കോ കാരാഗ്രഹത്തിൽ. പത്രോസേ, കൊള്ളാലോ, ചുറ്റും കുന്തം പിടിച്ചു നിൽക്കുന്ന പട്ടാളക്കാരും കയ്യിൽ ചങ്ങലയുണ്ട്, എന്നിട്ടും ഒരു കുഴപ്പവുമില്ലാതെ നീ ഉറങ്ങുന്നു. പുറത്തു പോകണ്ടേ? നിനക്ക് ശുശ്രൂഷിക്കണ്ടേ? വാക്തത്വങ്ങളില്ലേ? ഉണ്ട്. ശുശ്രൂഷിക്കണ്ടേ? വേണം. എങ്ങനെ നടക്കും? നിന്റെ സഹശുശ്രൂഷകന്മാരെ നോക്കിയാൽ നീ പുറത്തു വരത്തില്ല. നിനക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടല്ലോ, അത് നോക്കിയാൽ പുറത്തു വരത്തില്ല. കാരണം അവർ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ,
വിശ്വാസം അവർക്ക് ഇല്ല. അധ്യായം വായിക്കുന്നവർക്ക് അറിയാം. അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വിശ്വാസമില്ല. ഈ പത്രോസ് പുറത്തു വരുന്നുള്ള കാര്യം, ഒരു വിശ്വാസവും ഇല്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയും നീ പുറത്തു വരുമോ? വരുമെന്നുള്ള ഉറപ്പാണ് എന്റെ സഹോദര, എന്റെ സുഖമായുള്ള ഉറക്കം. എന്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കുന്നു. സമാധാനത്തോടെ കിടന്ന് ഉറങ്ങു നീ. ഉറക്കം പലവിധമുണ്ട്, ചുമ്മാ തിന്നിട്ട് കിടന്ന് ഉറങ്ങരുത്. ആമേൻ. നീ വിശ്വാസത്തോടെ കർത്താവിനെ സകലത് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാം. ഒരു വിഷയവും നിന്റെ തലയ്ക്ക് മേലെ കയറാൻ അവൻ അനുവദിക്കത്തില്ല. ഒരു വിഷയവും നിന്നെ മൂടാൻ അവൻ അനുവദിക്കത്തില്ല. ഏറ്റവും നല്ല ഫ്രണ്ട് പരിശുദ്ധാത്മാവ്. ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പരിശുദ്ധാത്മാവ്. നിനക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന, നിന്റെ ഏത് സാഹചര്യത്തിനും മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ സ്നേഹിതരോ ഒന്നും, നമ്മുടെ അപ്പനോ അമ്മയോ ഒന്നും, അവരോടൊന്നും എല്ലാ കാര്യവും പറയാനും പറ്റത്തില്ല, എല്ലാ സാഹചര്യവും മനസ്സിലാകത്തുമില്ല. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ സിറ്റുവേഷനെ നല്ലവണ്ണം അറിയുന്നവൻ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിന് നീക്കുപോക്ക് തരാൻ പോകുന്നു. ആ പരിശുദ്ധാത്മാവിനോട് കൂടെ നീ നടക്കാൻ തയ്യാറായാൽ, ആ പരിശുദ്ധാത്മാവിനോട് നീ സംസാരിക്കാൻ തയ്യാറായാൽ, ആ പരിശുദ്ധാത്മാവിന്റെ കൂടെ നീ നിൽക്കാൻ തയ്യാറായാൽ, നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെടുന്ന, നിന്നെ പോലെ മാനിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. പരിശുദ്ധാത്മാവിനെ റെസ്പെക്ട് ചെയ്ത പത്രോസ് അവൻ സുഖമായി കിടന്നുറങ്ങുക. അവൻ ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത്. ഞാനോട് പറയുമ്പോ ഓൺലൈനിൽ കേൾക്കുന്നവർ, ഇതിന്റെ അകത്തിരിക്കുന്നവർ, നമുക്കൊരു അനുകൂല അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മള് ഉറക്കം വരത്തുള്ളൂ. പക്ഷെ ഇത് ഒരു അനുകൂലമായ അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. പക്ഷെ പത്രോസ് സുഖമായി ഉറങ്ങുന്നു. നിനക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങളും നിന്റെ വീടിന്റെ അകത്തില്ലായിരിക്കാം. അനുകൂലമായ ഒരു സാഹചര്യവും നിന്റെ ഓഫീസിലില്ലായിരിക്കാം. അനുകൂലമാകുന്ന ഒരു സാഹചര്യവും നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഉണ്ടാകത്തില്ലായിരിക്കാം. പക്ഷേ അവിടെയും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ നീ തയ്യാറായാൽ, അവിടെയും പരിശുദ്ധാത്മാവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, പിറുപിറുക്കാതെ, മുടിയാനായിട്ട് ഞാൻ ഇറങ്ങിയതാ, ഇറങ്ങണ്ടായിരുന്നു, എന്തിനിറങ്ങിയതാ, മര്യാദയ്ക്ക് അവിടെ മീൻ പിടിച്ച് നടന്നായിരുന്നെങ്കിൽ ഇങ്ങനെ കാരാഗ്രഹത്തിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഇതൊന്നും പറയാതെ ആത്മാവിൽ സംസാരിച്ച് നീ മിണ്ടാതിരുന്നാൽ, നീ അറിയാതെ, നിന്റെ സ്നേഹിതരറിയാതെ, നിന്റെ കുടുംബം അറിയാതെ, നിന്റെ സഭയറിയാതെ നീ പുറത്തു വരും. നീ പുറത്തു വരും. പത്രോസേ, നീ കാരാഗ്രഹം കൊണ്ട് തീരത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ചില പത്രോസുമാർ ഉള്ളറയിൽ ഒതുങ്ങിപ്പോയ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഉൾവലിഞ്ഞു പോയ
ചില പത്രോസുമാരെ സ്വർഗം പുറത്തു കൊണ്ടുവരുന്ന ഒരാണ്ടാക്കി 2025 പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് പറയുന്നു. സാഹചര്യങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് കുടുംബാന്തരീക്ഷം കൊണ്ട് ഒതുങ്ങിപ്പോയ ഞാൻ തടവറയ്ക്കാത്തായോ, ഇനി എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ലേ, ഇനി എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയത്തില്ലേ, ഞാനിനി അനുഗ്രഹിക്കപ്പെടത്തില്ലേ എന്ന് ചോദിക്കുന്ന നിന്നോടാണ് പരിശുദ്ധാത്മാ പറയുന്നേ, നീ പുറത്തു വരുന്നയാണ്ട്, നീ പുറത്തു വരുന്ന വർഷം, നിന്നെ ഉപയോഗിക്കുന്നയാണ്ട്, പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുന്ന വർഷം. Oh, Jesus. ഈ ദൈവശബ്ദത്തെ പിടിക്കാൻ പറ്റുമോ? നീ നിരാശപ്പെടരുത്. തല കുനിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നോ, നീ അങ്ങനെ ഇരിക്കേണ്ടവനല്ല, നീ അങ്ങനെ ഇരിക്കേണ്ടവളല്ല. നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഒരു കരം താഴോട്ട് നീണ്ടിരിക്കുന്നു നിന്നെ എഴുന്നേൽപ്പിക്കാൻ, നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. എഴുന്നേക്കാൻ പറ്റാത്ത നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു കരം, അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. നീ കർത്താവിന്റെ വേലക്കുള്ള കുഞ്ഞാണ്. നോ ബാക്കിൽ. എന്നിട്ട് പരിശുദ്ധാത്മ പറയുന്നു, അഭിഷേകം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നീ ഒറ്റയ്ക്കല്ല എന്നിട്ട് പരിശുദ്ധാത്മ പറയുന്നു. നിന്റെ അനാഥത്വത്തെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ കരം. നീ നിരാശപ്പെട്ട് തലകുനിച്ചിരിക്കുന്നവളാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഞാൻ അവൾ ഉയർത്താൻ പോകുക. ഇത് വിശ്വസിക്കാൻ പറ്റിയ സിസ്റ്റർ? മറിയോ ചോദിച്ചു, ഇത് എന്തിനാൽ പറഞ്ഞേ, എന്തിനാൽ അറിയും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോ രക്ഷപ്പെടുവോ? അറിയത്തില്ല. ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ കുന്തം പിടിച്ചു നിൽക്കുന്ന ആൾക്കാരെ അല്ലാതെ ഒന്നും കാണാനില്ല. പക്ഷേ പല കുന്തമനയിലുള്ള കുത്തും നിനക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ നീ തോക്കാതെ നിന്നത് നിന്റെ മിടുക്കല്ല, പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം നിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ്. Praise the Lord.
നിന്റെ ചരിത്രം തിരിയും. ആമേൻ. 2025 6-ാം മാസം 5-ാം മാസം പകുതിയും 6-ലേക്ക് കയറുമ്പോഴത്തേക്ക് ആമേൻ. യെസ്. ഹല്ലേലൂയ. നീ രാജ്യം വിടും. ഇന്ത്യ രാജ്യത്തോട് നീ ഭയ പറയും. ആമേൻ. നിനക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ വാതിൽ സ്വർഗം തുറക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹോ ദാരാസ്മി ആമേൻ. വാടാലാരാസ്മി കോറിയല്ലകറ്റി ലിബി ഖൽഫാസ്മി ചുരിയ സാരേലി ഖാസ്മി റൂഡാബാ സാനാരിഗൽ ഖാനാരിജലാക്ഷാര. ആമേൻ. പക്ഷെ നീ പരിശുദ്ധാത്മാവോട് ചേർന്ന് നടക്കണം. അഭിഷേകത്തെ ചേർത്ത് പിടിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരിശുദ്ധാത്മാവിന് വിട്ടിട്ട് ഒരു കളി ഞാൻ ഇല്ല എന്ന് പറയണം. റെഡിയാണോ? നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവളാണ്. ഗർഭത്തിൽ വെച്ച് തന്നെ സ്വർഗം നിന്നെ കണ്ടതാണ്. ആമേൻ. ഹല്ലേലൂയ. ഉദരത്തിൽ വെച്ച് നിന്നെ തീർത്തു കളയാൻ നോക്കിയെടുത്ത് സ്വർഗം നിന്നെ സംരക്ഷിച്ചതും സൂക്ഷിച്ചതും 16-ാമത്തെ വയസ്സിൽ നിന്നെ തീർത്തു കളയാൻ നോക്കിയ മേഖലയിൽ നിന്നെ സംരക്ഷിച്ചതും അവന്റെ വേലയ്ക്ക് വേണ്ടി എന്ന് പറയാൻ പറയുന്നു. യെസ്. ആമേൻ. ഹല്ലേലൂയ. ഓ ജീസസ്. കർത്താവിന്റെ വലിയ ഫേവർ നിന്റെ കൂടെ. ആമേൻ. നീ ഒറ്റയ്ക്കല്ല. പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല. നീ ഒറ്റയ്ക്കാന്നാ പറയുന്നത്? അല്ല, ചുറ്റും ആളുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാ. നോ, നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. യെസ്. നീ രാത്രി പല ചോദ്യങ്ങളും കർത്താവോട് ചോദിക്കുന്നുണ്ട്. നീ റൂമിക്കൂടെ ചുമ്മാ നടക്കും. മാറ്റം ഉണ്ടാകുമോ? ഒരു നല്ല ഭാവി ഉണ്ടാകുമോ? നീ നടന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിലാണ്. നീ റൂമിക്കൂടെ നടന്നത് പറയാൻ വാക്കുകൾ കിട്ടാതെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് അതിന്റെ മറുപടിയാണ് പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ? 2025 നിന്റെ ചരിത്രം മാറുന്നു. ആ ദൂതനെ സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ള നാൾ നിന്റേതല്ല, ദൈവാത്മാവിന്റേതാണ്. ഹല്ലേലൂയ. ചേർന്ന് സഭ ചേർന്ന് ഹല്ലേലൂയ. പത്രോസ്, ഇതിനകത്ത് നീ പുറത്തു വരുമോ? അതറിയത്തില്ല, ഞാൻ ഉറങ്ങാൻ പോകും. അതറിയത്തില്ല, ഞാൻ ഉറങ്ങാൻ പോകും. എങ്ങനെ ഞാൻ ഉറങ്ങും? എന്റെ അകത്തൊരാളുണ്ട്, എനിക്ക് ഉറപ്പാണ്. എന്നെ പൂട്ടിയാലും അതിനെ പൂട്ടാൻ ആർക്കും കഴിയത്തില്ല. അതെന്റെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലം എനിക്ക് ഉറപ്പാണ്, ഞാൻ പുറത്തു വന്നിരിക്കും. ഞാൻ പുറത്തു വന്നിരിക്കും. എന്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്റെ മാറിയിരിക്കും. എനിക്ക് ആ ഉറപ്പുള്ളവൻ ധൈര്യത്തോടെ ഇരിക്കും. ആ ഉറപ്പുള്ളവൻ സമാധാനത്തോടെ ഉറങ്ങിയിരിക്കും. അങ്കിളിന് കയറി വരാൻ പറ്റാത്ത, ആന്റിക്ക് കയറി വരാൻ പറ്റാത്ത, മെമ്പറിന് കയറി വരാൻ പറ്റാത്ത, MLA കയറി വരാൻ പറ്റാത്ത ഇടത്ത് സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിച്ചു. പത്രോസിനോ അന്ത്രയോസിനോ യോഹന്നാനോ ഇറങ്ങി വരാൻ പറ്റാത്ത ഇടത്ത് സ്വർഗം കർത്താവ് തന്റെ ദൂതനെ ഇറക്കിയെന്ന. ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്. നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കി. ചിലതിനെ തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന കാലം. കേട്ടെ കേട്ടെ കേട്ടെ.
അവന്റെ സഹശിഷ്യന്മാർ കൊന്നു. ഇവരിപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ കയറി വരാൻ പറ്റത്തില്ല. അവന് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, നടക്കത്തില്ല. അവന്റെ ബന്ധുക്കൾക്ക്, അപ്പന് അമ്മയ്ക്ക്, നോ, ആർക്കും കയറാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്കില്ല. യഹൂദന്മാർ തീരുമാനിച്ചു കഴിഞ്ഞു, ഇവനെ തീർക്കുക. യാക്കോബിനെ കൊന്നതുപോലെ ഇവനെ കൊല്ലുക. അതെളുപ്പമല്ല പിശാചേ. എല്ലാവരെയും തൊട്ട പോലെ നിനക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. എല്ലാ കുടുംബത്തിലും നീ കളിക്കുന്നത് പോലെ എന്റെ കുടുംബത്തിൽ കളിക്കാൻ നിനക്ക് കഴിയത്തില്ല. എല്ലാ തലമുറയും നീ നോക്കുന്നത് പോലെ ഈ തലമുറ നോക്കാൻ കഴിയത്തില്ല. യാക്കോബിനെ കൊന്നെന്ന് പറഞ്ഞ് നീ എന്നെ അകത്താക്കാൻ നോക്കൂ, നടക്കത്തില്ല. എന്റെ മേലുള്ള ദൈവിക പദ്ധതി അത് തീരാത്തോളം കാലം എന്നെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. നിന്നെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. ഇപ്പോഴത്തെ നിന്റെ സാഹചര്യം പറയും തീർന്നു, പക്ഷെ നീ പറയരുത്. സാഹചര്യം പറയും, ബന്ധുക്കൾ പറയും, കാണുന്നവര് പറയും തീർന്നു. പക്ഷെ നീ പറയരുത്, അഭിഷേകമുള്ള നീ പറയരുത് തീർന്നു എന്ന്. നോ, തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പറഞ്ഞേ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ആരംഭം കുറിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു ദൈവശബ്ദം ചാടിപ്പിടിച്ചു. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത ഇടത്ത് കർത്താവ് തന്റെ ദൂതനെ അങ്ങ് ഇറക്കി. നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഓഫീസിൽ, നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത്, എംബസിയിൽ സ്വർഗം തന്റെ ദൂതനെ ഇറക്കിയിട്ട് സാഹചര്യങ്ങളെ തിരിക്കി വന്ന, പേപ്പറുകളെ തിരിക്കി വന്ന, പലതവണ നോക്കിയിട്ടും ഇന്ത്യക്ക് വെളിയിൽ പോകാൻ കഴിയാതെ, പലതവണ നോക്കിയിട്ടും പോകാൻ പറ്റാതെ മുടങ്ങി നിൽക്കുന്ന ചിലതിന്റെ വിഷയത്തിന്റെ മേലെ 2025 കർത്താവിന്റെ കരം വെളിപ്പെട്ട് നിനക്കുള്ള യാത്രയെ പരിശുദ്ധാത്മാവ് ഒരുക്കി കഴിഞ്ഞു എന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഓ റിഭാധരജുന സ്വാധുരാധലഘടക. പലതവണ നോക്കി പറ്റുന്നില്ല. ഈ IELTS, RN ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനുള്ള ബന്ധപ്പെട്ടുള്ള ചില എക്സാമുകൾ എഴുതി പരാജയപ്പെട്ടു നിൽക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മ പറയുന്നു, നീ വീണ്ടും എഴുതും, അത് നീ ജയിക്കും. അത് നീ വീണ്ടും എഴുതും, നീ ജയിക്കും. ജനുവരി, മാർച്ച് മാസത്തിലേക്ക് നീ ആ ഡേറ്റ് എടുക്കുക. ആ ഡേറ്റിൽ നീ പോയി എഴുതും, നീ അത് ജയിക്കും. എത്ര സ്കോർ അതിന് വേണോ അത്ര സ്കോർ അതിന് ലഭിച്ചിരിക്കും. ഇതിനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം. ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഇപ്പൊ പിടിക്കാൻ പറ്റുന്ന പിടിച്ചോ.
ആമേൻ. Amen. Jesus, 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 Jesus. ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് മൂന്നാമത്തെ ഡോറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ചിലതിനോട് മനസ്സിലായില്ല. Yes. ആമേൻ. ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞു. മെയിൻ ഡോർ, പട്ടണത്തിലേക്കുള്ള മെയിൻ ഡോറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ചിലത്. ഇരുമ്പുവാതില് കണ്ട് നീ തിരിച്ചു പോകരുത്. ആമേൻ. ഈ ദൂതിനെ മനസ്സിലാക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. റൂഡാറബൽ ഷാരമാനാരിഡ. ഇരുമ്പുവാതിൽ കണ്ട് നീ തിരിച്ചു പോകരുത്. ആമേൻ. റൂഡാറബല ഷാരമാനാരിഡ. ഒന്നാം കാവലും രണ്ടാം കാവലും ആമേൻ. രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു. ആമേൻ. മൂന്നാമത്തെ മെയിൻ ഡോറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആമേൻ. ചിലതിനോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ വേണ്ടെന്ന് വെക്കല്ല, നീ തിരിച്ചു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമത്തെ ഡോർ, ഇരുമ്പ് ഡോർ, ഇരുമ്പിന്റെ സാഹചര്യം, കട്ടിപിടിച്ച സാഹചര്യം, ഒരിക്കലും അനുകൂലമല്ലാത്ത ഒതുങ്ങാത്ത സാഹചര്യം, തിരിച്ചു പോകരുത്. ആമേൻ. ഒന്നും രണ്ടും ദൂതൻ തുറന്നതും. മൂന്നാമത്തത് മെയിൻ ഡോറാണ്, പട്ടണത്തിലേക്കുള്ള, രാജ്യങ്ങളിലേക്കുള്ള, ജോലിയിലേക്കുള്ള. മെയിൻ ഡോറിന്റെ മുമ്പിൽ വന്ന് നിരാശപ്പെട്ട് നിൽക്കുന്നതിനോട് പരിശുദ്ധാത്മ പറയുന്നു, നീ പിറകോട്ട് സ്റ്റെപ്പ് വെക്കരുത്. ആമേൻ. നീ പിറകോട്ട് പോകരുത്. ആമേൻ. എന്റെ ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഞാൻ പ്രവചിക്കുന്നു, നീ പിറകോട്ട് പോകരുത്. അടുത്ത സെക്കൻഡിൽ, അടുത്ത ദിവസത്തിൽ, അടുത്ത മാസം നിന്റെ മെയിൻ ഡോറിനെ തുറക്കുന്ന ആണ്ടാണ്, തുറക്കുന്ന ദിവസമാണ്, തുറക്കുന്ന സെക്കൻഡാണ്. ഓ റബ ഹസന ഘടക ജുനി ബർഥ പ്രബദ വൈശ പ്രബദ ഘടക ബദ ദുനി ബിബിദി ബിദി ഘടക ദുനി ശംദൽ ഖബദ ഘടക ചുടയം 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 ചുടയ ശംദൽ ഖബദ റിബിദി ബിദി ഘടക ലംശ ബലംധുല വേദ ബലംധുല വേദ ഖബര റോഖോ ശ്രീഹാർ മാച്ചോസ് റൂഡബാ സാനദര റിബലേ ഛേരേ. ഹല്ലേലൂയ. വ്യക്തമായി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്ന പദം, രണ്ട് കാര്യങ്ങൾ നടന്നു. മൂന്നാമത്തെ ആ സൈനും കൂടെ, ആ പേപ്പറും കൂടെ, ആ ഡോറും കൂടെ ഓപ്പൺ ആയാൽ, പാസ്റ്റർ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്തിട്ടും സാഹചര്യം എനിക്ക് അനുകൂലമല്ല. ഒരിഞ്ച് പോലും നീ പിറകോട്ട് കാല് വയ്ക്കരുത്. ഈ ദൈവശബ്ദം കേൾക്കുന്ന നിന്റെ ടൈമാണ്. ആ ഇരുമ്പ് വാതിൽ ദൂതൻ തുറക്കുകയല്ല, നീയും തുറക്കണ്ട, അത് താനെ തുറന്നു വരും. പ്രാർത്ഥിക്കുന്ന, അഭിഷേകമുള്ള, ആത്മാവിനെ റെസ്പെക്ട് ചെയ്യുന്ന നിനക്ക് വേണ്ടി തനിയെ ഡോർ തുറക്കുന്നു. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു പദം, തൃശ്ശൂരിന് വന്നതല്ലോ. തൃശ്ശൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടുത്തെ ഇരുമ്പ് വാതിൽ സ്വർഗം സഭയ്ക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. I receive.
അതിനെ സ്വീകരിക്കാൻ പറ്റും. കൈയടിച്ചു സ്വീകരിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സഭയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. ദേവാസനം വിശ്വസിക്കാൻ പറ്റുമോ? അച്ഛേ വിശ്വസിക്കാൻ പറ്റുമോ? തൃശൂർ പട്ടണം ആമേൻ ഈ അഭിഷേകത്തിന് വേണ്ടി തുറക്കാൻ പോകുന്നു. ആമേൻ. I prophesy. Yes. ആമേൻ. ഈ പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ആമേൻ. തൃശൂർ പട്ടണം ഇന്ന് വരെ കാണാത്ത ഒരു ഉണർവ് തൃശൂർ പട്ടണത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അഭിഷിക്തൻ പ്രവീൺ പ്രസാദിലൂടെ സ്വർഗം ആ പട്ടണത്തെ ഉയർത്താൻ പോകുന്നു. ഇരുട്ടിന്റെ കൂടാരത്തെ തകർക്കുന്ന അഭിഷേകം ഈ കൂട്ടായ്മയുടെ ഒഴുകാൻ പോകുന്നു. ജീവനുള്ളവർ കരങ്ങൾ തട്ടി കരങ്ങൾ തട്ടി. ഒരു വലിയ കൂട്ടത്തെ പരിശുദ്ധാത്മാവ് തൃശൂർ പട്ടണത്തിൽ ഒരുക്കാൻ പോകുന്നു. ഇവിടെയുള്ളവർക്ക് ആമേൻ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പാസ്റ്റർ അങ്ങോട്ട് പോകുമെന്ന് ഓർത്തിട്ട്. ദേശങ്ങൾ പട്ടണങ്ങൾ വിടുവിക്കപ്പെടട്ടെ. രാജ്യങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അപ്പോസ്തലനെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ വർഷങ്ങളെക്കാളും ആദിശക്തിയോടെ രോഗശാന്തി ശുശ്രൂഷയിൽ പ്രൊഫറ്റിക്കൽ മേഖലയിൽ 2025 പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നു. വിശ്വസ്തരായ കൂടെ നിൽക്കുന്ന ഒരു വിശ്വസ്തനാണ്. ഇനിയും വിശ്വസ്തരായ ചില കൂട്ടുവേലക്കാരെ പരിശുദ്ധാത്മാവ് തരാൻ പോകുന്നു. കറുകച്ചാലും കാക്കനാടും നടക്കുന്നേക്കാളും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തൃശൂരിന്റെ മണ്ണിൽ സ്വർഗം ചെയ്യാൻ പോകുന്നു. തൃശൂർ ഇന്നുവരെ കാണാത്ത ഉണർവ് തൃശൂർ പട്ടണത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഇന്നുകൊണ്ട് ചില ചരിത്രങ്ങൾ സഭയുടെ തിരിയാൻ പോകും. പത്തൊമ്പത് വർഷത്തെ കണക്ക് സ്വർഗം ചെയ്യാൻ പോകും. ആ ഇരുമ്പുവാതിൽ ഈ അഭിഷേകത്തിന് വേണ്ടി തുറക്കാൻ പോകുന്നു. തനിയെ താനെ തുറക്കാൻ പോകുന്നു. താനെ തുറക്കാൻ പോകുന്നു. പട്ടണങ്ങളുടെ വാതിൽ
ആമേൻ. അറിയപ്പെടുന്ന പട്ടണങ്ങളുടെ വാതിൽ ആമേൻ. താനെ തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇത് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നവർക്ക് ദൂത് പിടിക്കാൻ പറ്റും. ആമേൻ. അല്ലാത്തവർക്ക് ക്ഷീണം വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാം കാവലും രണ്ടാം കാവലും ഇത് രണ്ടുമേ ഇപ്പോൾ കടന്നിട്ടുള്ളൂ. മെയിൻ ഡോർ ഓപ്പൺ ആകാൻ പോകുന്നേ ഉള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഒന്ന് രണ്ട് ചെറിയ ഡോറെ ഓപ്പൺ ആയിട്ടുള്ളൂ. മെയിൻ ഡോർ സഭയ്ക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുന്നു. സഭ കയറി വന്ന്, ആത്മാവിൽ കയറി വന്ന്, അഭിഷേകത്തോടെ അതിനെ സ്വീകരിച്ച് Retimi haskatoriale ruto usani krami turisiala. ഇതിന്റെ റൂട്ട് തിരിയാൻ പോകുന്നു. ആമേൻ. പട്ടണത്തിന്റെ ഇരുമ്പ് ഗേറ്റ് ഇന്നുവരെ ഒരു ഭക്തന്മാരുടെ മുമ്പിലും തുറക്കാത്ത ഗേറ്റ്. ഇന്നുവരെയും കഴിഞ്ഞ നാളുകളിലെ അഭിഷിക്തന്മാരുടെ മുമ്പിൽ തുറക്കാതിരുന്ന ആ ഇരുമ്പ് ഗേറ്റ് പത്രോസിന് വേണ്ടി തുറന്നതുപോലെ ഈ അഭിഷേകത്തിന്റെ മേലുള്ള അഭിഷേകം ആ ഇരുമ്പ് ഗേറ്റുകളെ തകർക്കുന്ന അഭിഷേകം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കോഴിക്കോട് എന്ന പട്ടണത്തിലും, കോഴിക്കോട് പട്ടണത്തിൽ ഈ സഭയുടെ അടുത്ത മേഖല തുറക്കാൻ പോകുന്നു. അവിടെ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ഈ രണ്ടിടത്ത് പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ കോഴിക്കോടും തൃശൂരും ഉണർവിന്റെ ഭാഗമായി എഴുന്നേക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനെ റെസ്പെക്ട് ചെയ്യുന്ന, ദൈവാത്മാവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന, വീര്യപ്രവർത്തനം നടക്കുന്ന, രോഗശാന്തി നടക്കുന്ന, ഉയർപ്പ് നടക്കുന്ന ജില്ലകളായി ഇത് മാറാൻ പോകുന്നു. ആമേൻ. യെസ്. ആമേൻ. ഉയർപ്പ് നടക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന. ഇത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. മരിച്ചവരെ ഉയർപ്പ് നടക്കുന്ന, ഉയർപ്പിൽ നടക്കുന്ന ചില അത്ഭുതങ്ങൾ ഇന്നുവരെ കേരളം കാണാത്ത, ഇന്ത്യ കാണാത്ത. എസ്പെഷ്യലി കേരളം കാണാത്ത ഉയർപ്പിന്റെ ശുശ്രൂഷകൾ, അത്ഭുതങ്ങൾ നടക്കാൻ പോവാം. ഇത് അന്ത്യകാലഘട്ടമാണ്. നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. തൃശ്ശൂര്, കോഴിക്കോട്, ഈ ജില്ലകളിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറയുന്ന അടുത്ത പദം, കേരളത്തിൽ
4 ജില്ലകളിൽ ഭൂമി കുലുക്കമുണ്ടാകാൻ പോകുന്നു. ജില്ലകളിൽ ഭൂമി കുലുക്കമുണ്ടാകാൻ പോകുന്നു. ദൈവസഭ പ്രാർത്ഥിക്കുക, അതിന്റെ തീവ്രത കുറയട്ടെ. ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി കുലുക്കവും പ്രകൃതിക്ഷോഭങ്ങളും മാസങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതാണ്. ഇത് പരിശുദ്ധാത്മാവരോട് പറയുന്നു. ആര് വിമർശിച്ചാലും, ആരെന്തൊക്കെ തെറ്റായ കമന്റുകൾ പറഞ്ഞാലും പരിശുദ്ധാത്മാവ് പറയുന്ന പദങ്ങൾ പറഞ്ഞിരിക്കും. ഇത് റെക്കോർഡാണ്. ഈ മെസ്സേജ് ദൈവശബ്ദമായതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയും. കേരളത്തിൽ 4 ഇടങ്ങളിൽ ഭൂമി കുലുക്കമുണ്ടാകും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നിങ്ങളുള്ള അഭിഷേകത്തെ ജ്വലിപ്പിക്കുവിൻ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവിൻ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തങ്ങൾ കേരളം കാണാൻ പോകുന്നു. പക്ഷെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഉണർവും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഇന്നുവരെ നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അതൊട്ടും കുറയാതെ കേരളത്തിൽ അപരിശുദ്ധന്മാരിലൂടെ ദൈവം ചെയ്യാൻ പോകുന്നു. അതിലൊരു വ്യക്തി നീയാവട്ടെ, അതിലൊരു വ്യക്തി നിങ്ങളാവട്ടെ. ആ അഭിഷേകം നിങ്ങളിൽ നിന്ന് ഒഴുകട്ടെ. നിന്റെ തലമുറ ആ അഭിഷേകത്തിലേക്ക് കയറി വരട്ടെ. ആമേൻ. ഹൗ രാധുരസ്ബി ഹൽധര ജനദർവസ് ഹൗഡസ് മനാധുരസ്ബി ഹൈഷസ്യ. 2025 ഇത്രയും വർഷം നിങ്ങൾ നേരിട്ടതുപോലെ ആയിരിക്കത്തില്ല. പക്ഷേ ഇത്ര നാൾ നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ, ദൈവപ്രവൃത്തികൾ ഈ കേരളം കാണും. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വിദേശത്ത് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 6 മാസങ്ങൾക്ക് മുമ്പേ, 4 മാസങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു പരിശുദ്ധാത്മാവ്, ഒരു രാജ്യങ്ങൾക്കും സ്വസ്ഥതയുണ്ടാകത്തില്ല. സകല രാജ്യങ്ങളിൽ നിന്നും സ്വസ്ഥത കെട്ട് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വരും. ഒരു രാജ്യങ്ങൾക്കും സ്വസ്ഥതയില്ലാത്ത നാളുകളായി കഴിഞ്ഞു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഞാനും നിങ്ങളും, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്പെടും. വചനം പറയുന്നു, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ അവർ രക്ഷപ്പെടും. രണ്ടായിരത്തി 2025 ഇന്ന് വരെ നിങ്ങൾ കാണാത്ത മറ്റൊരു സംഭവം കാണും. സൂര്യനിൽ നിന്നും തീനാളങ്ങൾ ഭൂമിയിൽ പതിക്കും. ഭൂമിയിലേക്ക് മഴ പെയ്യുന്നത് പോലെ തീനാളങ്ങൾ ഭൂമിയിൽ വീഴും. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പക്ഷേ ഈ ദുരന്തം മാത്രമേ പ്രവചിക്കുന്നുള്ളൂ. അതെ, ഇനി നടക്കാൻ പോകുന്ന മുഴുവൻ ഇത്ര നാളും നന്മ വരും, വിസ വരും, പാസ്പോർട്ട് വരും, എല്ലാം അല്ലേ. ഇനി അടുത്ത് വരാൻ പോവാ. ഒരുങ്ങിക്കൊള്ളുക. താമസം ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാ നന്മയും ദൈവം തരും.
കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ അന്ന് വരെ നിനക്ക് വേണ്ടുന്ന എല്ലാ നന്മയും തന്നിരിക്കും. പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് തരും. വിസ വേണം, വിസ തരും. ജോലി വേണം, ജോലി വരും. എല്ലാം നിനക്ക് തരൂന്നേ. പക്ഷേ ഇത് അന്ത്യ ടൈമാണ്. ഒരുങ്ങിക്കൊള്ളുക. ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, വിസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, UK പോയാലും പോയില്ലെങ്കിലും, USA പോയാലും പോയില്ലെങ്കിലും, എന്റെ കർത്താവ് വരുമ്പോ എനിക്ക് എടുക്കപ്പെടണം. കാഹളം ധ്വനിക്കുമ്പോൾ, എനിക്ക് മധ്യാകാശത്തിൽ പ്രാണപ്രിയൻ വരുമ്പോൾ എനിക്ക് ഇവിടുന്ന് പറന്നുയരണമെന്നുള്ള ആഗ്രഹം നിന്റെ മനസ്സിൽ കയറി വരട്ടെ. അത് നിന്നിൽ വർദ്ധിക്കട്ടെ. Oh, Jesus, Jesus, Jesus. Amen. പ്രത്യാശയുള്ള ദൈവമക്കളെ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ കലങ്ങരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ ഭാരപ്പെടരുത്. നിന്നെ സഹായിപ്പാൻ നിന്റെ കൂടെ ഒരു പരിശുദ്ധാത്മാവുണ്ട്. പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ തുറന്നതുപോലെ ഇതിന്റെ അകത്ത് ചിലതിനു വേണ്ടി ചില ഇരുമ്പ് ഡോറുകൾ സ്വർഗം തുറന്നു വിടുന്നത് ഈ പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ കണ്ടുപറയുന്നു. ഇരുമ്പ് ഡോറുകൾ, നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയങ്ങളെ സ്വർഗം നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയുന്നത്. വർദ്ധന പ്രഭം 2025 2026 കർത്താവിന്റെ വരവ് താമസിച്ചാൽ 2025 2026 ഈ ദൈവസഭയുടെ സ്വന്തം ബിൽഡിങ്ങിന്റെ കല്ലിടുന്ന വർഷമാണ്. യെസ്, ആമേൻ, ഹല്ലേലൂയ. Oh Jesus, Jesus, Jesus. ആമേൻ. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ആമേൻ. 2025 ആമേൻ. ആ ബിൽഡിങ്ങിന്റെ കല്ലിടും. 2026 ആ പണി പൂർത്തീകരിക്കും. ആമേൻ. I prophesy. Yes. Amen. നിങ്ങളുടെ ആ റിസീവ് ചെയ്തതിൽ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഈ വാടക എടുത്ത് തന്നെ ഇരുന്നാ മതിയോ? മതിയോ? പിന്നെ ഇങ്ങനെയാണോ കൈയടിച്ച് സ്വീകരിക്കുന്നത്? 2025 2024 കർത്താവിന്റെ വരവരം താമസിച്ചാൽ നടക്കാൻ പോകുന്ന അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും, മാറ്റമില്ല. ഇപ്പോഴത്തെ കാരാഗ്രഹത്തിന്റെ സിറ്റുവേഷൻ നോക്കി നീ ഒന്നിനെ വിധിക്കരുത്. ഇപ്പോഴത്തെ നിന്റെ കാരാഗ്രഹത്തിന്റെ ചങ്ങല കണ്ട് നീ വിധിക്കരുത്. ഒരു പരിധി വിട്ട് നിനക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പരിധിക്കപ്പുറം നടക്കാൻ പറ്റുന്നില്ല. നീ പേടിക്കരുത്. ഇതെല്ലാം അഴിച്ചുവിട്ട്, ഇതെല്ലാം അഴിച്ചുവിട്ടിട്ട് സ്വാതന്ത്ര്യത്തോടെ നിന്നെ ഓടിക്കുന്ന വർഷം ദൈവസഭയെ കൊടുങ്കാറ്റുപോലെ ഓടിക്കുന്ന ആണ്ട്. നീ ഇരുമ്പുവാതിലിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഏറ്റവും നിരാശ ഉളവാക്കുന്ന, ഏറ്റവും നിനക്ക് പ്രയാസം തോന്നുന്ന സ്ഥലത്ത് നീ നിൽക്കുന്നേ.
ഒരിഞ്ച് നീ പുറകോട്ട് കാല് വെക്കരുത്. പരിശുദ്ധാത്മാവിൽ നീ മുമ്പോട്ട് തന്നെ പോകുക. തുറക്കാൻ ആരും ഉണ്ടാകത്തില്ല. നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൂതനും അവിടെ സൈലന്റ് ആണ്. പക്ഷേ നിന്റെ മുമ്പിലെ ആ ഇരുമ്പ് ഡോറ് നിനക്ക് തനിയെ അത് തുറന്നു തരും. നീ നീങ്ങുന്ന അനുസരിച്ച്, നീ ചലിക്കുന്ന അനുസരിച്ച് നിന്റെ മുമ്പിലെ ഡോറുകൾ ഓപ്പണായി കൊണ്ടിരിക്കും. ആത്മാവിൽ സഞ്ചരിക്കുക, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുക. ദൂതന്റെ കൂടെ നടക്കാൻ തയ്യാറായാൽ ഇന്ന് ഇതിന്റെ അകത്ത് ചില നിമിഷങ്ങൾ കൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യും. 1 മണി വെച്ച് 2-3 മിനിറ്റ് കൂടി ഉള്ളൂ. എല്ലാവരും ദിവസം എഴുന്നേറ്റുന്നേ. ദൂതന്റെ കൂടെ നടന്നിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ദൂതന്റെ കൂടെ നടന്നിട്ടുണ്ടോ? ആമേൻ. ദൂതന്റെ കൂടെ നിങ്ങൾ നടക്കാൻ പോകും. പത്രോസ് നടന്നതുപോലെ ആമേൻ, നീയും ദൂതന്റെ കൂടെ നടക്കാൻ പോകുക. നിന്റെ കൂടെ നടക്കുന്ന ഏഞ്ചലിനെ നീ കണ്ടിട്ടുണ്ടോ? ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ കൂടെ ദൂതൻ ഇറങ്ങുന്ന ടൈമാണ്. ദൂതൻ ഇറങ്ങുന്ന നിനക്ക് നടക്കാൻ പറ്റാത്ത മേഖലയിൽ കൂടെ ദൂതൻ നിന്നെ നടത്തിക്കൊണ്ടു പോകും. നിനക്ക് തുറക്കാൻ പറ്റാത്ത വാതിൽ ദൂതൻ നിനക്ക് വേണ്ടി തുറന്നു തരും. ആമേ. ദൂതൻ നിന്റെ കൂടെ നടക്കാൻ നീ അതിനെ വിളിക്കുക. ദൂതനെ ഞാൻ കൂടെ വരികയാണ്. ദൂതൻ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെ ചിലതിനെ ഈ പകൽ ദൂതൻ തട്ടി വിളിക്കുന്നുവോ? Angelic visitation. Amen. Hallelujah. Angelic visitation. ഇന്ന് ഇതിനകത്ത് നിൽക്കുന്ന ഓൺലൈൻ കേൾക്കുന്ന ചിലതിന് ഉണ്ടാകാൻ പോകുന്നു. നീ ഇരിക്കുന്ന വീട്ടിൽ, നീ ഇരിക്കുന്ന ഓഫീസിൽ ആമേൻ, ദൂതൻ നിന്റെ കൂടെ നടക്കുന്നത് നിന്റെ കണ്ണാൽ നീ അത് കാണാൻ പോകുന്നു. നിന്റെ കണ്ണാൽ അത് കാണാൻ പോകുന്നു. ദൂതം ചിലതിനെ തട്ടി എഴുന്നേൽപ്പിക്കും. നിന്റെ തലമുറയെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിക്കും. നിന്റെ ജീവിത പങ്കാളിയെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിക്കും. ഓ റബാ ബാബാ Smarbas me hira tasya Ruki biri holder than masviti Ligi ma tol bada swi katal badini Rital basi alba hausla nadhiya Sheki bi korea lawo toskan bi kiriyaste Ligatis bidi laudos kyal kardini Oh Jesus. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വേണ്ടവർ നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ കരം വെക്കുക. യേശു നിങ്ങളെ തൊടാൻ പോകുന്നു. എന്നെ സൗഖ്യമാക്കിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു സൗഖ്യം ഈ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. അവരുടെ ആന്തരിക അവയവങ്ങളുടെ മേൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. പറയുമ്പോൾ ചിലതിനെ യേശു തൊടുന്നു.
Reki telvi hei maratas. Rabana Chiri. Ho rabavazidhana. Amen. Hallelujah. ഒന്നിന്റെ കിഡ്നിയെ പരിശുദ്ധാത്മാ തൊടുന്നു. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. തലമുറയില്ലാത്തതിന് യേശുവിന്റെ നാമത്തിൽ തലമുറ ഉണ്ടാവട്ടെ, ഉണ്ടാവട്ടെ. Amen. 2025 അവരുടെ കയ്യിൽ ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാവട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു, സൗഖ്യം വരുത്തി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. 2025 നിങ്ങളുടെ ചരിത്രം മാറുന്ന വർഷമായിരിക്കും. ആമേൻ. ഇന്നുവരെ കാണാത്ത അത്ഭുതങ്ങൾ നടക്കുന്ന വർഷമായിരിക്കും. വ്യക്തിപരമായി എന്നോട് പറഞ്ഞില്ല എന്ന് പറയരുത്, മുഴുവൻ വ്യക്തിപരമായി തന്നേക്കുക. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗം അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ് യു.